വിജയ് ശ്രീലാളത്തിനായി തൃശ്ശൂരിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കുകയാണ്. ശക്തന്റെ തട്ടകത്തിൽ വീണ്ടും ഒരു പുരാവേശം തീർക്കുകയാണ് BJP പ്രവർത്തകർ. അയ്യന്തോളിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര ആരംഭിച്ചത്. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, എന്തായാലും ഏതാണ്ട് 2 മണിക്കൂറിലധികമായല്ലേ റോഡ് ഷോ നടക്കുന്നു. ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? വലിയ രീതിയിലുള്ള ആവേശത്തിൽ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ആവേശത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് റോഡ് ഷോയുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ലക്ഷ്മി, വാഹനം മുന്നോട്ട് പോകുവാൻ വലിയ ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിനെയൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഈ തൃശ്ശൂർ മറ്റൊരു പൂരത്തിൻ്റെ ഭാഗമാകുന്നു. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഈ ഒരു വാഹനത്തിൽ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഇത്രയധികം സമയമായിരിക്കുന്നു. നേരത്തെ തന്നെ ആരംഭിച്ച ഈ ഒരു റോഡ് ഷോയിൽ വലിയ തരത്തിൽ ജനപിന്തുണ കാണുവാൻ സാധിച്ചു. ജനസ്വീകാര്യതയോടുകൂടി അദ്ദേഹം അതൊക്കെ ഈ ജനങ്ങളുടെയൊക്കെ തന്നെ ആശംസകളും ആശീർവാദങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ജനങ്ങളോട് വളരെയധികം സന്തോഷപൂർവ്വം നന്ദി പറയുകയാണ്. ഇന്നലെ തന്നെ ഈ റിസൾട്ട് വന്നതിന് ശേഷം, അത് അന്തിമ ഫലം ഡിക്ലെയർ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം. തൃശ്ശൂരിനെ തലയിൽ വെക്കും, നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി കൊണ്ടു നടക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ ഹൃദയത്തിൽ, അതുപോലെ ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടം പോലെ തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് താൻ തൃശ്ശൂരിനെ കൊണ്ടുപോകും. അത്തരം വികസന പാതയിലേക്ക് താൻ തൃശ്ശൂരിനെ നയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളോടും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിനി വികസനം എന്തെന്ന് അറിയും, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാകും താനിനി മുന്നോട്ട് വെക്കുക എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്തത്ര ആവേശത്തോടു കൂടിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം അത് തന്നെയാണ്. ജനനായകനായി, വികസന നായകനായി തൃശ്ശൂരിൻ്റെ ഈ നഗരത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെ മാത്രമല്ല, ഈ കേരളത്തിലെ പല ഭാഗത്തു നിന്നും, ഓരോ മേഖലയിൽ നിന്നും, ഈ കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ഈ ആഹ്ലാദ പരിപാടിയിൽ പങ്കെടുക്കുവാനായി. എന്തായാലും ഇനി നമുക്ക് അറിയുവാൻ സാധിക്കും തൃശ്ശൂർ എത്രത്തിൽ മാറുമെന്നുള്ള കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സന്തോഷം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള BJP നേതാക്കളും. എന്തായാലും അത്തരത്തിൽ തൃശ്ശൂരിലൊരു വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. അത് തന്നെയാണ് ആ ജനങ്ങളുടെ വിശ്വാസം. തൃശ്ശൂരിനൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും. വികസനത്തിൻ്റെ മാത്രം ചർച്ചകൾ മുന്നോട്ട് വെച്ച് ജനങ്ങളോട് വികസനം ചർച്ച ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത്. അത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രചാരണ പരിപാടികളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. അത് തന്നെയാണ് ഈ ഒരു വിജയത്തിൽ കാരണമായതും. അതുപോലെ തന്നെ എല്ലാ മേഖലയിലെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്കിടയിലാണെങ്കിലും വനവാസി സമൂഹത്തിനിടയിലാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം. കേന്ദ്ര പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്തായാലും അത്തരത്തിൽ വലിയ തരത്തിലൊരു പിന്തുണ അദ്ദേഹത്തിന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ലഭിച്ചു. ഓരോ വിഭാഗങ്ങളും, അതിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല എന്ന് തന്നെ നമുക്കറിയാം. അത്തരത്തിൽ ജനങ്ങളെല്ലാവരും സുരേഷ് ഗോപിയോടൊപ്പം നിന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെല്ലാവരും പ്രതികരിച്ചത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും പൊതുജനങ്ങളും. ഏറ്റവും കൂടുതൽ BJP പ്രവർത്തകരിലുപരി പൊതുജനങ്ങളാണ് ഈ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു ജനപങ്കാളിത്തം ഈ ഒരു ആഘോഷ പരിപാടി പങ്കെടുക്കും. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ താമര വിജയിച്ചിരിക്കുന്നു, താങ്കൾക്ക് ഈ തൃശ്ശൂർ അവർ തന്നിരിക്കുന്നു എന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്. അവരോട് എന്താണ് പറയുവാനുള്ളത്? ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായും തൃശ്ശൂരിൽ ഇനിയൊരു മാറ്റമുണ്ടാകും, തൃശ്ശൂർ വികസനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. അത്രയധികം ആവേശത്തോടു കൂടി അവരൊക്കെ അണിനിരന്നിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന മുരടിപ്പിൽ നിന്നും തൃശ്ശൂരിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ തന്നെയാണ്. എന്തായാലും ഇനിയുള്ള തൃശ്ശൂരിൻ്റെ മാറ്റം തീർച്ചയായും അത് കേരളത്തിന് മാതൃകയാകും, കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾക്ക് മാതൃകയാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു മാറ്റം അത് തന്നെയാണ്, ഈ തൃശ്ശൂരിലെ മാറ്റം കേരളത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിലും ഇനി മാതൃകയാക്കാൻ സാധിക്കുമെന്ന് അല്ലേ പറയാനുള്ളത്?
എന്തായാലും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു താമര ഇത് തൃശ്ശൂരിൽ വിരിഞ്ഞെങ്കിൽ ഇനി കേരളത്തിലെ മറ്റിടങ്ങളിലേക്കും വിരിയുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കും. ഈ തൃശ്ശൂരിൽ എത്തരത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം. എന്തായാലും വളരെയധികം ആവേശത്തിൽ ഈ പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റോഡ് ഷോയിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ആവേശപൂർവ്വം ഈ ഒരു റോഡ് ഷോയിൽ അണിനിരന്നുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ വിജയം ഇത് ജനങ്ങളുടെ വിജയമാണ്, സുരേഷ് ഗോപിയുടെ മാത്രമല്ല എന്നാണ് ഓരോരുത്തരും പ്രതികരിച്ചത്. അവർ ആഗ്രഹിച്ചതുപോലെ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു വിജയം ഇനി തൃശ്ശൂരിനെ മുന്നോട്ട് നയിക്കുവാനുള്ള സുരേഷ് ഗോപിയുടെ വിജയം. എന്തായാലും അത്തരത്തിൽ ആവേശത്തോടു കൂടി അവർ ഓരോരുത്തരും പ്രതികരിച്ചു. ആ ജനസാഗരം ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തി. അവരിപ്പോൾ വടക്കുന്നാഥനെ ബലം വയ്ക്കുകയാണ്. വടക്കുന്നാഥനെ സാക്ഷിയാക്കിക്കൊണ്ട് പൂരത്തെ തകർക്കുവാൻ ശ്രമിച്ചവർക്കും പൂരത്തെ അലങ്കോലപ്പെടുത്തിയവർക്കുമൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി അവർ നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വോട്ടിംഗ് ശതമാനം പരിശോധിക്കുന്ന സമയം 72.9% പോളിംഗ് നടന്നു. പിന്നാലെ അത് എണ്ണിത്തുടങ്ങിയപ്പോൾ ഓരോ മണ്ഡലങ്ങളായി ഓരോ റൗണ്ടുകളായി എണ്ണുമ്പോഴും ആദ്യ റൗണ്ടിൽ തന്നെ ലീഡ് നേടി. രണ്ടാം റൗണ്ടിൽ വീണ്ടും അതിലും ഉയർത്തി. ഓരോ റൗണ്ടുകളും 14 റൗണ്ടുകൾ എണ്ണിയപ്പോഴും എല്ലാ റൗണ്ടിലും ലീഡ് ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. 4,14,438 വോട്ട് നേടിക്കൊണ്ട് അദ്ദേഹം വിജയിച്ചു. അത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഈ ഒരു വിജയം. എന്തായാലും അത് വെറുതെയാകില്ല. അത് തൃശ്ശൂരിന്റെ മാറ്റത്തിനുള്ള വിജയം തന്നെയാണ്. തീർച്ചയായും കേരളത്തിന്റെ തന്നെ മാറ്റത്തിനുള്ളൊരു വിജയമായിട്ട് കൂടി കണക്കാക്കണം എന്നുള്ളതാണ്.